Good morning, all dear students. Welcome back to our law lecture classes. Law discussing zone. Today we are discussing of what about undue influence. You know, one of the essential elements of a valid contract is free consent. ഫ്രീ കൺസെൻറ്റിന് വിഘാതം നിൽക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് അബൌട്ട് കൊയേഷ്യൻ ആൻഡ് ഡ്യൂസ്. കൊയേഷ്യൻ തന്നെയാണ് ഡ്യൂസ്. ഇംഗ്ലീഷ് ലോയിൽ കൊയേഷ്യൻ എന്ന ഇന്ത്യൻ ലോയിൽ ഉപയോഗിക്കുന്ന പദത്തിന് പകരമായി ഉപയോഗിക്കുന്ന ടേമാണ് ഡ്യൂസ്. First of all, we have discussed in detail about what about coercion. Second one is undue influence. അതിനുശേഷം ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ പറയപ്പെട്ട 5 ഫാക്ടേഴ്സിൽ നിന്നും കരാറിൽ ഏർപ്പെടുന്ന കക്ഷികളുടെ സമ്മതം സ്വതന്ത്രമാവുമ്പോൾ മാത്രമാണ് ഫ്രീ കൺസെൻറ്റ് എന്ന എലമെൻ്റ് അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത്തരം ഫാക്ടേഴ്സ് കടന്നുകൂടുകയാണെങ്കിൽ അവിടെ സ്വതന്ത്ര സമ്മതം ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താണ് കൊയേഷൻ എന്നും ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊയേഷൻ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അതിൻ്റെ ഇഫക്ട്സ് എന്താണ്, അങ്ങനെ കൊയേഷനിലൂടെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടുഡേയ്സ് ടോപ്പിക് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? കൊയേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഫ്രീ കൺസെൻറ്റിന് വിഘാതം നിൽക്കുന്ന ഒരു കാര്യമാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ possessed over the mind of the contracting party. ചില ബന്ധങ്ങളുടെ പേരിൽ കരാറിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഡൊമിനൻ്റ് പൊസിഷൻ കൈവരികയാണ്. ആ രൂപത്തിൽ മറ്റേ ആളുടെ തീരുമാനത്തെ എതിർകക്ഷി, മറ്റൊരു പാർട്ടി സ്വാധീനം ചെലുത്തുന്ന ഒരവസ്ഥ, അനുചിത സ്വാധീനം എന്നൊക്കെ പറയാം. ചില ബന്ധങ്ങളുടെ പേരിൽ അവിടെ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഓഫ് അതർ. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ സിറ്റുവേഷൻ. അല്ലാതെ കൊയേഷ്യൻ പോലെയല്ല. കൊയേഷ്യൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ബലമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഒരു ഭീഷണിയുടെ പിന്നാമ്പുറത്താണ്. അവർ ആരോ ആയിക്കോട്ടെ, ഒരു തേർഡ് പാർട്ടിയൊക്കെ ആയിരിക്കും. അതായത് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ സമ്മതിപ്പിക്കലാണ്. അതിനാണ് നമ്മൾ കൊയേഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ മറ്റൊരാളുടെ തീരുമാനത്തെ സ്വാധീനിക്കുക, എതിർകക്ഷിയെ തീരുമാനത്തിലേക്ക്, കരാറിലേക്ക് കൊണ്ടുവരിക, അയാളുടെ സമ്മതത്തെ അല്ലെങ്കിൽ ആ മാനസികമായ തയ്യാറെടുപ്പുണ്ടല്ലോ, തീരുമാനമെടുക്കൽ, ആലോചന, അതിനൊക്കെ കരാറിലെ ഒരു പാർട്ടി സ്വാധീനിക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ചില ഡൊമിനൻ്റ് പൊസിഷൻസ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. സാധാരണ ഇത് സംഭവിക്കാറുള്ളത് ഒരു റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി കരാറിലെ ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷിയുടെ മേലുണ്ടാകുമ്പോഴാണ്. അപ്പാരൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജർ ആൻഡ് വർക്കർ, ഇൻകം ടാക്സ് ഓഫീസർ ആൻഡ് അസസി, മാസ്റ്റർ ആൻഡ് സർവൻറ്റ്, പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ, ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ്. അങ്ങനൊരു അതോറിറ്റി ഉണ്ടല്ലോ. മാനേജർക്ക് വർക്കറുടെ മുകളിലുള്ള അതോറിറ്റി, ഇൻകം ടാക്സ് ഓഫീസർക്ക് അസസിയുടെ മുകളിലുള്ള അതോറിറ്റി, മാസ്റ്റർക്ക് സർവൻറ്റിനോടുള്ള അതോറിറ്റി, അതേപോലെ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ. ഇത്തരം റിലേഷൻഷിപ്പുകൾ കൈമുതലാക്കിക്കൊണ്ട് എതിർകക്ഷിയെ കരാറിലേക്ക് എത്തിക്കുക.
അപ്പോൾ ഇങ്ങനൊരു റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി നിലനിൽക്കുന്ന ബന്ധങ്ങൾ സമൂഹത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ കരാറുണ്ടാക്കുന്ന സമയത്ത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിശദമായൊരു പരിശോധന ആവശ്യമാണ് ഈ കരാറിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ച്. കരാർ വാലിഡ് ആവണമെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നിന്നും ഫ്രീ ആവണം. ഓക്കെ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്താണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻ്റ് ആൻഡ് ചൈൽഡ്, ഗാർഡിയൻ ആൻഡ് വാർഡ്, ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, പബ്ലിഷർ ആൻഡ് ഓതർ, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, അതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻ എന്ന് പറയുന്നത്. പാരൻ്റ് ആൻഡ് ചൈൽഡ്, ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, ഇവർ തമ്മിൽ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ടല്ലോ. ഡോക്ടർക്ക് പേഷ്യൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ പാരൻ്റ് ആൻഡ് ചൈൽഡ്, അപ്പോൾ ഒരു ഡൊമിനൻ്റ് പൊസിഷൻ അവിടെ വരുന്നുണ്ട്. ആ ഡൊമിനൻ്റ് പൊസിഷൻ ഇവിടെ നമ്മൾ പറയാം ഫിഡ്യൂഷ്യറി റിലേഷൻ എന്നാണ്. ഓക്കെ, അങ്ങനെ കരാറിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചു എന്ന് പറയാം. ഒരു അനുചിത സ്വാധീനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കോടതി ചെക്ക് ചെയ്യേണ്ടി വരും. ഇത്തരം കരാറിലെ പാർട്ടി തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നോക്കും, ഏത് തരത്തിലാണ് ഇവർ റിലേറ്റഡ് ആയിട്ടുള്ളത്. യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അവിടെ കൊയേഷൻ നടന്നിട്ടുണ്ടോ, ഇനി നമ്മൾ ശേഷം പഠിക്കാൻ പോകുന്ന മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊക്കെ പരിശോധിക്കും. ഫ്രോഡ്. ഇനി ബന്ധമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനൊരു ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. അവിടെ ഡൊമിനൻ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാരൻ്റ് അതോറിറ്റി ആവാം. അതേപോലെ ഫിഡ്യൂഷ്യറി റിലേഷൻ, പാരൻ്റ് ആൻഡ് ചൈൽഡ്, അതുപോലെ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് പോലെയുള്ള ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. പിന്നെ മറ്റൊരു സിറ്റുവേഷനാണ് ഇങ്ങനെ ഡൊമിനൻ്റ് പൊസിഷൻ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഈ മെൻ്റൽ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി അഫക്റ്റ് ചെയ്ത ആളുകൾ ബൈ റീസൺ ഓഫ് ഏജ്, ഇൽനെസ്, ഓക്കെ, മെൻ്റൽ ഓർ ബോഡിലി ഡിസ്ട്രെസ് ഒക്കെ കാരണം മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി തളർന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ കരാറിലേക്ക് കൊണ്ടുവരിക, അവിടെയും ഒരു സ്വാധീനം ചെലുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡൊമിനൻ്റ് പൊസിഷൻ വെച്ചുകൊണ്ട് അത് പറയാമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഡിക്കൽ അറ്റൻഡൻറ്റ് ആൻഡ് ഹിസ് പേഷ്യൻറ്റ്. ഓക്കെ, അതേപോലെ അലോൺ എയിലിംഗ് ഏജ്ഡ് വുമൺ ആൻഡ് വൺ ഹൂ സപ്പോർട്ട്സ് ഹെർ. ഈ തനിച്ച് കഴിയുന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള മെൻ്റലി അതുപോലെ ഫിസിക്കലി ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ മെഡിക്കൽ അറ്റൻഡൻറ്റും പേഷ്യൻറ്റും ഒക്കെ നമുക്കിവിടെ പറയാം. അപ്പോൾ അത്തരം ബന്ധങ്ങളും ഡൊമിനൻ്റ് പൊസിഷൻ കൈവരുന്ന ബന്ധങ്ങളാണ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇത്തരം അൺഡ്യൂ ഇൻഫ്ലുവൻസുകൾ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഇങ്ങനെ ഇത്തരം ഡൊമിനൻ്റ് പൊസിഷനിലൂടെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അപ്പാരൻ്റ് അതോറിറ്റി അങ്ങനെയുള്ള ഡൊമിനൻ്റ് പൊസിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കരാറിലേക്ക് പാർട്ടീസിനെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എൻ എഗ്രിമെൻറ്റ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഷാൾ ബി വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഹാസ് ബീൻ സോ ഒബ്റ്റെയിൻഡ്. ആരുടെ കൺസെൻ്റ് ആണോ ഇത്തരത്തിൽ നേടിയത്, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ നേടിയത്, അവരുടെ ഓപ്ഷൻ പ്രകാരം അവർക്ക് വേണമെങ്കിൽ കരാറിൽ നിന്നും എന്താണ് പിന്മാറാം, വോയിഡബിളാണ്. ഓക്കെ, അവർക്ക് അവോയ്ഡബിൾ മീൻസ് എന്താണ്, അവർക്ക് വേവ് ചെയ്യാം, കുഴപ്പമില്ല എന്നതിന് മുന്നോട്ട് പോവാം, പ്രശ്നമില്ല, എന്നാൽ വേണമെങ്കിൽ കരാർ ഒഴിവാക്കുകയും ആവാം. അതാണ് വോയിഡബിൾ എന്ന് പറയുന്നത്. അത് വോയിഡ് അബ് ഇനീഷ്യോ ഒന്നുമല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വോയിഡൊന്നുമല്ല, എന്നാൽ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ സ്വതന്ത്രമല്ലാത്ത നിലക്ക് ആരുടെ സമ്മതമാണോ ഒബ്റ്റെയിൻ ചെയ്തത് അവർക്ക് വേണമെങ്കിൽ കരാറ് വോയിഡബിൾ, അവരുടെ ഓപ്ഷനിൽ അവർക്ക് വേണമെങ്കിൽ കരാറിൽ നിന്നും പിന്മാറാവുന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇഫക്റ്റായിട്ട് വരിക. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൊയേഷൻ ഉണ്ടല്ലോ, അതും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, രണ്ടും ബോത്ത് കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആർ യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, കൊയേഷനായാലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയാലും കരാറിലേക്ക് കക്ഷികളെ എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. രണ്ട് കേസിലും എന്താണ് കൺസെൻറ്റ് ഫ്രീ അല്ല. ഓക്കെ, രണ്ട് കേസിലും എന്താണ് കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. അഗ്രീവ്ഡ് പാർട്ടി എന്നാണ് പറയാം. അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരുടെ സമ്മതമാണോ ഇങ്ങനെ അണ്ടർ ഇൻഫ്ലുവൻസിലൂടെയോ കൊയേഷനിലൂടെയോ നേടിയത് അവർ. ഓക്കെ, ഈ പറയപ്പെട്ട അസസി അല്ലെങ്കിൽ ചൈൽഡ് അല്ലെങ്കിൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഏൽഡ്, ഓൾഡ് ഏജ്ഡ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസ്ട്രസ്ഡ് പേഴ്സൺ, ഇങ്ങനെയുള്ള സ്വാധീനം ചെലുത്തപ്പെട്ട ആളുകൾ ഉണ്ടാവില്ലേ, അവരാണ് അഗ്രീവ്ഡ് പാർട്ടി. അങ്ങനെ കരാറിലേക്ക് എത്തിപ്പെട്ട കരാറിലെ കക്ഷിയാണ് അഗ്രീവ്ഡ് പാർട്ടി. ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിയുടെ ഓപ്ഷൻ പ്രകാരം അവർക്ക് വേണമെങ്കിൽ കരാറിൽ നിന്നും പിന്മാറാം. അതാണ് വോയിഡബിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരം ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ കൊയേഷനിലൂടെയും അണ്ടർ ഇൻഫ്ലുവൻസിലൂടെയൊക്കെ കരാറിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് അണ്ടർ ഇൻഫ്ലുവൻസ്, ഇഫക്റ്റ് ഓഫ് കൊയേഷൻ ടു ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡബിൾ ആണ്. ഓക്കെ, അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. എന്നിരുന്നാലും ആ വിഷയത്തിൽ ഇതൊക്കെ സിമിലറാണ്, കൊയേഷനും അണ്ടർ ഇൻഫ്ലുവൻസും. അവിടെ ബേസിക് ഡിഫറൻസസ് എന്തൊക്കെയാണ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അണ്ടർ ഇൻഫ്ലുവൻസ്? ആസ് യു നോ, നിങ്ങൾക്കറിയാവുന്ന പോയിൻറ്റ്സുകൾ തന്നെയാണ്. കൊയേഷൻ എന്താണ്, അണ്ടർ ഇൻഫ്ലുവൻസ് എന്താണെന്നൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഡിഫറൻസ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പറയാൻ പറ്റുന്നത്, കൊയേഷൻ ആകുമ്പോൾ കൺസെൻറ്റ് ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി ഈസ് ഗിവൺ അണ്ടർ ദ ത്രെട്ട് ഓഫ് ആൻ ഒഫൻസ് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡ് വിലക്കിയ ഒഫൻസ് ആയിരിക്കും അവിടെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കരാറിലെ ഒരു കക്ഷി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അഗ്രീവ്ഡ് പാർട്ടിയുടെ കൺസെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടി ഒരു ഭീഷണി സ്വരാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് കുറ്റകരമാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC വിലക്കിയ ഒരു ഒഫൻസാണ് അവിടെ നടത്തിയിട്ടുണ്ടാവുക. ഒരു കുറ്റം ചെയ്തുകൊണ്ടാണ് കക്ഷിയെ കരാറിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദ കൺസെൻറ്റ് ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിസ്യൂസിങ് ദ ഡൊമിനൻ്റ് പൊസിഷൻ. ഓക്കെ, ആ ഡൊമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് എന്നുള്ള ആ റിലേഷൻഷിപ്പ്, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതല്ല. ഓക്കെ, ഒരു ഒഫൻസ് അല്ല. അതുപോലെ മാനേജർ ആൻഡ് വർക്കർ എന്നുള്ള ഒരു പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ എന്നൊക്കെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നമ്മൾ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബന്ധം, അതാണ് ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അണ്ടർ ഇൻഫ്ലുവൻസ് ആകുമ്പോൾ. അതേപോലെ മറ്റൊരു ഡിഫറൻസ് പറയുന്നുണ്ടെങ്കിൽ കൊയേഷൻ ഇൻവോൾവ്സ് യൂസ് ഓഫ് ഫിസിക്കൽ പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, വയലൻ്റ് ഫോഴ്സ് എന്നൊക്കെ പറയാം. കൊയേഷൻ ആകുമ്പോൾ ഒരു ഫിസിക്കൽ പ്രഷറാണ് നടക്കുന്നത്, ഒരു അടിപിടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു വലിച്ച് കരാറിലേക്ക് കൊണ്ടുവരിക, ഒരു ഫിസിക്കൽ പ്രഷറാണ് അവിടെ സംഭവിക്കുന്നത്, ഒരു ഭീഷണി സ്വരത്തിലുള്ള ഫിസിക്കൽ പ്രഷർ, വയലൻ്റ് ഫോഴ്സ്. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസിൽ മെൻ്റൽ പ്രഷറാണ്, കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷറാണ്. ഓക്കെ, ചൈൽഡ് ആൻഡ് പാരൻറ്റ്സ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മെൻ്റൽ പ്രഷർ. അപ്പോൾ പേഷ്യൻ്റ് ആൻഡ് ഡോക്ടർ ഇതൊക്കെ പറയാം, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഏതുതരം ഡൊമിനൻ്റ് പൊസിഷൻ ആണെങ്കിലും അവിടെയൊക്കെ സംഭവിക്കുന്നത് മെൻ്റൽ പ്രഷറാണ്. ഇനി കൊയേഷൻ്റെ കാര്യത്തിൽ ഈ ത്രെട്ട് പ്രഷറൊക്കെ വരുന്നത് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കും. ഓക്കെ, സ്ട്രെയിഞ്ചർ ടു ദ കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെയും ആവാം കൊയേഷൻ ആകുമ്പോൾ. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് മസ്റ്റാണ്. അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡൊമിനൻ്റ് പൊസിഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫിഡ്യൂഷ്യറി അല്ലെങ്കിൽ ഒരു അപ്പാരൻ്റ് അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നിലാണ് അണ്ടർ ഇൻഫ്ലുവൻസ് സംഭവിക്കുന്നത്. എന്നാൽ കൊയേഷൻ ആകുമ്പോൾ അവിടെ എന്താണ്, ഒരു ത്രെട്ട് ഓർ പ്രഷർ. ഓക്കെ, ഇറ്റ് മേ കം ഫ്രം തേർഡ് പാർട്ടി ഹൂ ഈസ് എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റ്. ഒരു കൊട്ടേഷനൊക്കെ വെച്ചിട്ട് കരാറിൽ ഏർപ്പെടുന്ന കക്ഷികളായിരിക്കണമെന്നില്ല ഭീഷണിപ്പെടുത്തുന്നത്, അതൊരു തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ കൊയേഷൻ ഒരു ക്രിമിനൽ ആക്റ്റാണ്, എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസ് ഒരു ക്രിമിനൽ ആക്റ്റ് അല്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. മറ്റൊരു ഡിഫറൻസ് കൂടെ പറയാമെന്നുണ്ടെങ്കിൽ, കൊയേഷൻ്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് ഈസ് നോട്ട് നെസസറി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയണം. കൊയേഷൻ ആവുമ്പോൾ അവിടെ
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, കരാറിൽ ഏർപ്പെടുന്ന രണ്ട് കക്ഷികളുണ്ടല്ലോ, അവർ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്, അവർ തമ്മിൽ ബന്ധം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ വെറും കൊയേഷ്യം മാത്രം ചെക്ക് ചെയ്താൽ പോരാ, അൺഇൻഫ്ലുവൻസ് കൂടെ നടന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ ബന്ധം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം കൊയേഷ്യൻ്റെ കേസിൽ. എന്നാൽ അൺഇൻഫ്ലുവൻസ് ആകുമ്പോൾ അവിടെ മസ്റ്റ് ആൻഡ് ഷുഡ്, ജനറലി പൊതുവെ എക്സിസ്റ്റ് ബിറ്റ്വീൻ, എന്താണ്, എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, കരാറിൽ ഏർപ്പെട്ട രണ്ട് കക്ഷികളുടെ ഇടയിലൊരു ബന്ധം, പാരൻ്റ് ആൻഡ് സൺ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്, ഇങ്ങനൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺഡു ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്. അൺഡു ഇൻഫ്ലുവൻസ് എന്നത് ഫ്രീ കൺസെൻറ്റിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രോഡ്, മിസ് റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള 3 എലമെൻറ്റ്സ് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ലെറ്റ് us see again. Thank you for all.